കപ്പയും ബീഫും കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു 500 ഗ്രാം ബീഫാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 6 വിസിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പ ഒരു 500 ഗ്രാം എന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചിട്ട് വെള്ളം ഒഴിവാക്കിയെടുക്കാം. നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള നേന്ത്രക്കാഴയാണ്. ഇത് അതുപോലെ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ വെച്ചിട്ടുള്ള അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ 5 6 ചെറിയുള്ളി, കറിവേപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത പച്ചക്കായയിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത ബീഫിൻ്റെ വെള്ളം അതുപോലെ കപ്പയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ അരപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ലാസ്റ്റ് ആവശ്യത്തിനുള്ള കറിവേപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ